നമസ്കാരം. നമ്മുടെ മലയിഞ്ചിയാണ്. നമുക്കൊരു ഇത്രയും ഭാഗം ഇത്ര നിൽക്കുന്നുണ്ട്, വലിയൊരു ചോടായി മാറി. അപ്പോൾ ഏകദേശം 2.5 വർഷത്തോളം കഴിഞ്ഞ് ഞാനിത് കൊണ്ട് നട്ടിട്ട്. അപ്പം ഇനിയിപ്പോൾ അത് പറിക്കാറായെന്ന് തോന്നുന്നു. 3 വർഷം കൂടുമ്പോഴാണ് പറിക്കണമെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുമ്പ് ഞാനിതിൻ്റെ ഒരു പൂക്കാലത്തിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ പൂവ് കൊഴിയുമ്പോൾ ഇതുണ്ടോ, നമ്മുടെ ഏലക്ക പോലെയാണ് ഇതിൻ്റെ ഒരു കായ്കൾ കണ്ടത്. ശരിക്കും ഒരു ഏലക്കായുടെ അതേ ഒരു ഷേപ്പ് തന്നെയാണ് ശരിക്കും ഇതിനെ ഞാൻ കണ്ടത്. അപ്പോൾ അതൊന്ന് കാണിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. കണ്ടോ, ശരിക്കും നമ്മുടെ ഏലക്കായുടെ ആ ഒരു കൊത്തനുസരിച്ച് കാണുന്നത് പോലെ തന്നെ കണ്ടോ, 3-4 കായൊക്കെ ഉണ്ട് ഒരു കൊത്തിൻ്റെ ഉള്ളിൽ, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കത് ഇവിടെയൊക്കെ ഉള്ള എല്ലാത്തിലും തന്നെയുണ്ട്. അപ്പുറം കാണുന്നത് പൂവാണ്. പൂവ് കൊഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതുപോലെ ഇങ്ങനെ കായ ഉണ്ടാവുന്നത്. എന്തായാലും ഇതിൻ്റെ ഒരു പറക്കൽ വലിയ പരിശ്രമം തന്നെയാണ്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ മുള്ളൊക്കെ ഉപയോഗിച്ച് വലിയ രീതിയിൽ ഇതിൻ്റെ ചൂടെല്ലാം മാറ്റിയിട്ട് വേണം ഇത് പറിച്ചെടുക്കാൻ. ഇപ്പം സാധാരണ എല്ലായിടങ്ങളിലും ഇതിൻ്റെ വിപണി ഇല്ലെന്നാണ് അറിയണത്. എങ്കിലും ഒരു കുറച്ച് നാളുകൂടെ നോക്കിയിട്ട് ഇതൊന്ന് പറിക്കണം. എന്ത് വിലയുണ്ടെന്നുള്ള അറിയില്ല, എങ്കിലും മാർക്കറ്റിൽ അത്യാവശ്യം വിലയുള്ളൊരു സംഭവമാണ് മലയിഞ്ചി. എന്തായാലും ഇതുകൊണ്ട് ഏലക്ക പോലുള്ള അതിൻ്റെ പൂ കഴിയുമ്പോൾ ഉള്ളൊരു ഭാഗം അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്.